അല്ലിക്കുട്ടി ഈ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നീണ്ട 5 വർഷത്തിന് ശേഷം ഞങ്ങൾ വീട് മാറി വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം അതിൻ്റേതായ ശരിക്കും നല്ല വിഷമം എനിക്കും മനുവേട്ടനും ഉണ്ട്. കാരണം ഞങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് ഈ വീട്ടിൽ നിന്നാണ്. ഞങ്ങൾ വരാൻ നേരത്ത് മനുവേട്ടനും ഞാനും മുച്ചും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അല്ലിയും ആദിയും കൂടെയായി. അപ്പോൾ നമുക്കൊരു 1 BHKയിൽ അവർക്കും ഒരു സൗകര്യത്തിന് ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് മാറി വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അല്ലീനെ സ്കൂളിൽ വിട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു. കാരണം മനുവേട്ടൻ ഓഫീസിൽ പോകണമായിരുന്നു. അപ്പം മൂവേഴ്സ് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടാണ് മനുവേട്ടൻ വന്നത്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഉള്ള കാര്യങ്ങളെല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കണമായിരുന്നു. അതുപോലെ നമ്മൾ യൂസ് ചെയ്യാതെ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചേക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ തിരിച്ച് കൊണ്ടുപോകുന്നില്ല, പുതിയ വീട്ടിലേക്ക് എടുക്കുന്നില്ല. അത് ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി എല്ലാം എടുത്ത് വെക്കണം. പിന്നെ ആദ്യം ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ടായിരുന്നു. മനുവേട്ടൻ വന്നതിന് ശേഷം പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനും മനുവേട്ടനും കൂടെ മാനേജ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ആദ്യനെ ഒന്നെങ്കിൽ ഞാൻ നോക്കും, അല്ലെങ്കിൽ മനുവേട്ടൻ നോക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഏകദേശം എല്ലാ കാര്യങ്ങളും മൂവേഴ്സ് വന്നു, അവരെല്ലാം മൂവ് ചെയ്തു. ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് വന്ന് ഇനി ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ. കാരണം അവർ ജസ്റ്റ് നമുക്കിവിടെ വന്ന് കാർഡ് ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ വേണം എല്ലാം എടുത്ത് വെക്കാനും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ പ്ലെയിനായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. പ്ലെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവിടെ ഇവിടെ ആയിട്ട് കിടക്കുവാണ്. എല്ലാം ഇനി റെഡിയാക്കണം. രാത്രി ഒരു 2:30-3 മണി വരെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കിടന്നില്ല, ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അങ്ങനെ പിറ്റേ ദിവസം കുറച്ച് സാധനങ്ങളും കൂടെ അവിടെ നിന്ന് എടുക്കാനും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. മനുവേട്ടനും അല്ലിക്കുട്ടിയും നല്ല ഉറക്കമായിരുന്നു, ഞാനും നല്ല ഉറക്കമായിരുന്നു. ആദ്യം ഇടയ്ക്ക് വന്ന് വിളിച്ച് എന്നെ എണീപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ എണീറ്റ് വന്നത്. എന്തായാലും ഞങ്ങൾ അങ്ങനെ ആ ഒരു ഫ്ലാറ്റിനോട് വിട പറഞ്ഞ് പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എനിക്ക് നല്ല വിഷമമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് മാറാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഈ സൗകര്യക്കുറവ് കൊണ്ട് മാത്രമാണ് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് 5 വർഷം താമസിച്ച ഫ്ലാറ്റിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പം വന്ന് നമ്മൾ ഗ്യാസ് കണക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ കിടന്നിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് തൊട്ടാണ് കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഞങ്ങൾ 4 പേരും കൂടെ ഒരു പാക്കറ്റ് പാല് മേടിച്ചു. ആ പാല് കാച്ചി കുടിച്ചു. അന്ന് അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ.